തോറ്റു തുടങ്ങുന്ന മുംബൈയെ ഭയക്കണമെന്ന് വെറുതെ ഒരു ഓളത്തിന് പറയുന്നതല്ല. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ഇതുവരെയുള്ള ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മുംബൈ അത് തെളിയിച്ചിട്ടുള്ളവർ തന്നെയാണ്. ചാരമായെന്ന് കരുതി ചികഞ്ഞു നോക്കാൻ നിന്നാൽ പ്രത്യേകിച്ച് മുംബൈയുടെ മേലെയാണെങ്കിൽ പൊള്ളിയിരിക്കും. പൊള്ളുക മാത്രമല്ല, ആ കനൽ എരിഞ്ഞ് കത്തി പിന്നീട് ആളിക്കത്തി എതിരാളികളെ മുഴുവൻ തീ വിഴുങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തും. കാരണം കാട്ടുതീ പോലെ ആയിരിക്കും മുംബൈ ഇന്ത്യൻസിന്റെ കനൽ പിന്നീട് ആളിക്കത്തുന്നത്. ഇതൊരു പുതിയ സംഭവമേ അല്ല. ഈ ഒരു സീസണിലെ ആദ്യ 5 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ പരാജയങ്ങൾ ഏറ്റുവാങ്ങി പോയിന്റ് പട്ടികയുടെ അവസാന സ്ഥാനത്തായിരുന്നു മുംബൈ ഇന്ത്യൻസിന്റെ നില. അടിവാരൻ ടീമെന്ന് ആരാധകർ പോലും വിധിയെഴുതി എന്ന് പറയാൻ കഴിയില്ല. കാരണം മുംബൈ ഇന്ത്യൻസിന്റെ ആരാധകർക്ക് ഉറപ്പാണ് തോറ്റു തുടങ്ങുന്ന മുംബൈ ജയിച്ചു തുടങ്ങുന്നതിനേക്കാൾ അപകടകാരികൾ തന്നെയാണെന്ന്. തുടർച്ചയായിട്ട് 5 മത്സരങ്ങൾ കയ്യിൽ നിന്ന് പോയാൽ പിന്നീടുള്ള തുടർച്ചയായ 6 മത്സരങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കി പോയിന്റ് പട്ടികയുടെ തലപ്പത്തെത്താൻ മുംബൈ ഇന്ത്യൻസിനോളം പ്രഹരശേഷിയുള്ള മറ്റൊരു ടീമും ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിലില്ല. ഇന്നലെ രാജസ്ഥാൻ റോയൽസിനെ 100 റൺസിന് ഛിന്ന ഭിന്നമാക്കി ജയ്പൂരിൽ തങ്ങളുടെ ആദ്യത്തെ വിജയം മുംബൈ ഇന്ത്യൻസ് ആഘോഷിച്ചപ്പോൾ ഓറഞ്ച് ക്യാപ്പും സീസണിലെ ഏറ്റവും ഉയർന്ന നെറ്റ് റൺ റേറ്റും എല്ലാം മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കുകയായിരുന്നു. ഇത് മുംബൈയാണ്. മുംബൈ അങ്ങനെ പരാജയപ്പെട്ടെടുത്തതെന്നും കയറി വന്ന ചരിത്രം മാത്രമേ അവർക്കുള്ളൂ. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ മുംബൈക്ക് കാലിടറിയെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ശവക്കുഴി വെട്ടുന്നതിന് തുല്യമാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുക. മുംബൈ ഇന്ത്യൻസിന്റെ ബാറ്റിങ്ങിനെ കുറിച്ചും ബോളിങ്ങിനെ കുറിച്ചും എല്ലാം പാടി പുകഴ്ത്തേണ്ടത് തന്നെയാണ്. എല്ലാ യൂണിറ്റുകളിലും സമസ്ത യൂണിറ്റുകളിലും വളരെയധികം ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു റിയൽ ചാമ്പ്യൻ മെന്റാലിറ്റി ഉള്ള ചാമ്പ്യൻ ടീമിനെയാണ് നമ്മൾ മുംബൈ ഇന്ത്യൻസിൽ കണ്ടത്. ഇവിടെ ഹാർദിക് ഗ്യാങ്ങോ രോഹിത് ഗ്യാങ്ങോ സ്കൈ ഗ്യാങ്ങോ ഒന്നുമില്ല. ഒരൊറ്റ ഗ്യാങ്, മുംബൈ ഗ്യാങ്. ആ മുംബൈ ഗ്യാങ് വിജയിച്ചിരിക്കുകയാണ്. രോഹിത്തും തെളിയിച്ചിട്ടുണ്ട് തനിക്ക് രോഹിത്തിനെ പോലെ അടിച്ചു കളിക്കാനും കോഹ്ലിയെ പോലെ ഇന്നിങ്സ് ബിൽഡ് ചെയ്ത് കളിക്കാനും പറ്റും എന്ന് രോഹിത് തെളിയിച്ചു. ബാക്ക് ടു ബാക്ക് സിക്സറുകൾക്ക് തന്നെ ബോൾട്ട് ഒരു സ്മൈലിംഗ് സ്ലെഡ്ജ് ജയ്സ്വാളിന് നേരെ ചെയ്തു എന്നൊക്കെ ചില ആളുകൾക്ക് ആരോപിക്കാം. പക്ഷേ ബാക്ക് ടു ബാക്ക് സിക്സറുകൾ അങ്ങനെ തൂക്കാൻ പറ്റിയ ഒരു ബോളർ അല്ല ബോൾട്ട്. തൻ്റെ പരിചയ സമ്പത്തിൻ്റെ തട്ട് ന്യൂ ബോളുമായിട്ട് വരുമ്പോൾ എന്നും താഴ്ന്നിരിക്കും എന്നും ബോൾട്ട് തെളിയിക്കുന്നുണ്ട്. സമസ്ത യൂണിറ്റുകളിലും തങ്ങളുടെ ഡോമിനേഷൻ മുംബൈ ഇന്ത്യൻസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു സീസണിൽ ഇനി കപ്പും കൊണ്ട് മാത്രമേ ഒരുപക്ഷെ മുംബൈ ഇന്ത്യൻസ് തങ്ങളുടെ ജൈത്രയാത്ര അവസാനിപ്പിക്കാൻ സാധ്യതയുള്ളൂ.